നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെയും രാജ്യത്ത് കഴിയുന്നവരെയും കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ തുടരുകയാണ്. ഒരാഴ്ചക്കിടെ അനധികൃതമായി സൗദിയിൽ തങ്ങുകയും സൗദിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചവരുമായ 22,094 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനധികൃതമായി സൗദിയിൽ കഴിയുന്നവരെ സഹായിക്കുന്നവർക്ക് സൗദി അറേബ്യ കടുത്ത ശിക്ഷയാണ് നൽകുന്നത്. നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന സന്ദേശവുമായി സൗദി അറേബ്യ അതിന്റെ ക്യാമ്പയിൻ തുടരുകയാണ്. താമസം, ജോലി, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ ലംഘിച്ചതിന് സൗദി അറേബ്യ ഒരാഴ്ചക്കിടെ 22,094 പേരെ അറസ്റ്റ് ചെയ്തതായാണ് സൗദി പ്രസ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് താമസ നിയമങ്ങൾ ലംഘിച്ചതിന് 13,731 പേരെ അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് സൗദിയിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചതിന് 4,873 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 3,490 പേർ തൊഴിൽ സംബന്ധമായ നിയമപ്രശ്നങ്ങളുടെ പേരിൽ അറസ്റ്റിലായവരാണ്. അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായവരിൽ 53% എത്യോപ്യക്കാരും 44% യമനികളും 3% മറ്റ് രാജ്യക്കാരുമാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം സൗദിയിൽ നിന്നും അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുവാൻ ശ്രമിച്ച 37 പേരെ വേറെയും പിടികൂടിയിട്ടുണ്ട്. നിയമലംഘകരെ കടത്തിക്കൊണ്ടുവന്നതിനും അഭയം നൽകിയതിനും 23 പേരെയും കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. സൗദിയിൽ അനധികൃതമായി തങ്ങുന്നവർക്ക് ഗതാഗതം, പാർപ്പിടം എന്നിവ ഉൾപ്പെടെ സഹായം നൽകുന്നവർക്ക് പരമാവധി 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. അതോടൊപ്പം താമസ സൗകര്യമൊരുക്കിയ കെട്ടിടങ്ങളും യാത്രാ സൗകര്യമൊരുക്കിയ വാഹനങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.